ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നാളെയാണ് നമ്മുടെ സ്വന്തം ഫിസിക്സ് പരീക്ഷ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റുകളും സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം. എല്ലാ കൺസെപ്റ്റുകളും എൻ്റെ മക്കളുടെ കൈകളിൽ ഭദ്രമാണെന്ന് എനിക്കറിയാം. സോ അതിന് പുറമെ നമുക്ക് കുറേ കൂടി ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, കുറേ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സോ അതിനാൽ തന്നെ ഇന്ന് രാത്രി കൃത്യം 7:30 ഫിസിക്സിൻ്റെ സ്വന്തം മെഗാ മാരത്തോൺ ലൈവാണ്. കെമിസ്ട്രി കൂടി പരീക്ഷയുണ്ട്. സോ അതുകൂടി നിങ്ങൾക്ക് ഉണ്ടാവും. സോ അടിപൊളിയായി പഠിക്കാം. മികച്ച മാർക്ക് തന്നെയാണ് മക്കളെ നാളെ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. എല്ലാവരും കോൺഫിഡൻ്റ് ആയി തന്നെ ഇരിക്കുക. ടെൻഷനൊന്നും വേണ്ട, ഉഷാറായി തന്നെ പഠിക്കുക കേട്ടോ. നമ്മൾ പഠിച്ചതിനപ്പുറവും പഠിപ്പിച്ചു വന്നതിനപ്പുറവും വേറെ ഒന്നും ചോദിക്കൂലടാ മക്കളെ. കൺസെപ്റ്റ് സ്ട്രോങ് ആക്കി. ഇനി എത്ര ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പാകത്തിന് നിങ്ങൾ തന്നെ സെൽഫായി തന്നെ മാറ്റുക. സോ അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി അങ്ങ് പ്രാക്ടീസ് ചെയ്യാം മക്കളെ. ഇന്ന് രാത്രിത്തെ ലൈവ് മറക്കരുത് കേട്ടോ. കുറേ പുതിയ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് അണ്ണൻ. സോ നിങ്ങളിൽ പലരും എന്നോട് എൻ്റെ എല്ലാ ലൈവിന് താഴെയുള്ള കമൻറ്റാണ്, സാർ മിറർ ലെൻസ് ഇവയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയണം, ഇവയുടെ ഇമേജ് ഫോർമേഷനെ പറ്റി ഞങ്ങൾക്ക് ധാരണയില്ല, അതുപോലെ തന്നെ ഇവയുടെ ഈ പറയുന്ന ഫോമുലാസ് മാറിക്കൊണ്ടിരിക്കുന്നു, സൈൻ കൺവെൻഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷനും മിറർ ഫോമുലയും ലെൻസസ് ഫോമുലയും ഒക്കെ ഞങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും പ്രോപ്പർ അല്ല. അതൊക്കെ എല്ലാം പ്രോപ്പറാക്കി തരാനാണ് അണ്ണൻ എന്ന് വന്നിട്ടുള്ളത്. ഇനി അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. സോ മിററും ലെൻസുമാണ് പഠിക്കാൻ പോകുന്നത്. അന്തസ്സായി തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാം. സോ ആദ്യം ഈ ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ കാണണം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, അത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തന്നിട്ടുണ്ട്. നിസ്സാരമായി പറഞ്ഞുതരാം, വളരെ ലളിതമാണ് മക്കളെ. ലെൻസിൻ്റെ കേസിലും ഇത് അപ്ലിക്കബിൾ ആണ്. ഈ പടത്തിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കുന്നത് ജസ്റ്റ് സിംപ്ലി നമ്മൾ ഇതുപോലെ തന്നെ മാത്സിലൊക്കെ ആക്സിസ് ഒക്കെ വരയ്ക്കാമല്ലോടാ. മാത്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെങ്ങനെ ആക്സിസ് വരയ്ക്കാം? ഇത് പോസിറ്റീവ് വൈ ആക്സിസ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ്, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇങ്ങനെയല്ലേ നമ്മൾ ആക്സിസ് ഒക്കെ വരയ്ക്കുക? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ആ എക്സ് വൈ ഒക്കെ നമ്മളങ്ങ് തൂക്കിക്കേ, എക്സും വൈയും ഒക്കെ അങ്ങ് തൂക്കിക്കോ, അതിൻ്റെ ആവശ്യമില്ല, ബാക്കി മാത്രം മതി. സോ വലത്തോട്ടാണെങ്കിൽ അത് പോസിറ്റീവാണ്, ഇടത്തോട്ടാണെങ്കിൽ അത് നെഗറ്റീവാണ്, മുകളിലോട്ടാണെങ്കിൽ അത് പോസിറ്റീവാണ്, താഴോട്ടാണെങ്കിൽ അത് നെഗറ്റീവാണ്. മനസ്സിലായോടാ? കൃത്യമായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? ഇതൊരു കോൺകേവ് മിററിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ ദൂരങ്ങളും, അതായത് ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഒക്കെ നമ്മൾ അളക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന പോളിൽ നിന്നാണ്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേര് പോൾ എന്നാണ്. പോളിൽ നിന്നാണ് നമ്മൾ അളക്കാറുള്ളത്. സോ ഇടത്തോട്ട് അളക്കുവാണെങ്കിൽ പൊതുവെ ഒബ്ജക്റ്റ് ഒക്കെ ഇടതുവശമാണ് വെക്കാറ്. സോ ഇടത്തോട്ട് എടുക്കുന്നതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് മിറർ ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ഇമേജ് ഫോം ചെയ്യുന്ന ഇടതുഭാഗം തന്നെയാണ്. സോ ഇമേജ് ഡിസ്റ്റൻസും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ വെർച്വൽ ഇമേജ് ഫോം ചെയ്യാറുണ്ട്, മിഥ്യാപ്രതിബിംബം ഫോം ചെയ്യാറുണ്ട്, അത് വലതുവശത്തായിരിക്കും. സോ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ ഉയരം അത് മുകളിലോട്ടല്ലടാ, ഇവിടെയല്ല ഒബ്ജക്റ്റ് വെക്കുക. സോ അത് പോസിറ്റീവ് ആയിരിക്കും. ഇമേജ് പൊതുവെ തലകീഴായ ഇമേജ് ആയിരിക്കും. സോ താഴോട്ടാണ്, അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാര്യം കൃത്യമായി മനസ്സിലായോ? ലെൻസിലും മിററിലും ഇത് മനസ്സിലാക്കണം. സോ ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, വലത്തോട്ട് പോസിറ്റീവാണ്, മുകളിലോട്ട് പോസിറ്റീവാണ്, താഴോട്ട് നെഗറ്റീവാണ്. ഈ ഒരു സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിലൊരു മടിയും നിങ്ങൾക്ക് വേണ്ട, ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. റൈറ്റ്, അടുത്ത യെസ്, ഇമേജ് ഫോർമേഷൻ ആണ് മക്കളെ. സോ ഇമേജ് ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ഇമേജുകളെ പറ്റി അറിയണം. ഒന്നാമത്തെ ഇറക്റ്റും ഇൻവേർട്ടഡും. ഇറക്റ്റ് നിവർന്ന് നിൽക്കുന്നത്, ഇൻവേർട്ടഡ് തലകീഴായിട്ടുള്ളത്, അത് മനസ്സിലാക്കുക. അടുത്ത റിയൽ ഇമേജ്. റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ പ്രതിബിംബം, നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്ന ഇമേജ് ആണെന്ന് പറയുക റിയൽ ഇമേജ് എന്ന് പറയുക. സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ സാധിക്കുന്ന ഇമേജിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്, യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്. റിയൽ ഇമേജ് എപ്പോഴും റിയൽ ഇമേജ് എന്തായിരിക്കും? തല കീഴായിട്ടുള്ള ഇൻവേർട്ടഡ് ആയിരിക്കും. ഓൾവേസ് ഇൻവേർട്ടഡ് ആയിരിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അടുത്തത് വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? അത് മിഥ്യാപ്രതിബിംബമാണ്, സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല. അതെപ്പോഴും നിവർന്ന് നിൽക്കുന്നതായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. നിവർന്ന് നിൽക്കുന്നതാണ്, ഇറക്റ്റാണ്, അത് മിഥ്യാപ്രതിബിംബമാണ്. മനസ്സിൽ ഉറപ്പിക്കുക, പഠിക്കുക. അടുത്തത് ഇമേജ് ഫോർമേഷനെ കുറിച്ചാണ് ഓരോന്നും ഞാൻ വരച്ചു പഠിപ്പിക്കുന്നില്ല, എല്ലാത്തിനും ബേസ് കൺസെപ്റ്റിൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഏത് പൊസിഷനിൽ ഒബ്ജക്റ്റ് വെച്ചാലും നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തിന് നിങ്ങളെ ഞാൻ മാറ്റിത്തരാം. ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക. വസ്തു ഉള്ളത് അങ്ങ് അനന്തതയിലാണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് വരുന്ന രശ്മികൾ, റേസ് എങ്ങനെയാണ് വരിക? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് എങ്ങനെയാണ്? സമാന്തരമായിട്ടാണ് വരിക, പാരലായിട്ടാണ് വരിക. അങ്ങനെ വരുന്ന 2 റേസ് നോക്കടാ, റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ പ്രതിപതനം സംഭവിച്ച ഏതിലൂടെയായിരിക്കും കടന്നു വരിക? ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു വരിക. ഇത് മനസ്സിലാക്കുക, ഫോക്കസിലൂടെയാണ് കടന്നു വരിക. സോ 2 റേസും കൂടി കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? അത് ഫോക്കസിലാണ്. സോ ഫോക്കസിലാണ് എന്തുണ്ടാവുക? പ്രതിബിംബം അഥവാ ഇമേജ് ഫോം ചെയ്യുക. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, വളരെ ചെറിയൊരു ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. പിന്നെ അടുത്തത്, ഇടതുഭാഗത്തല്ലേ ഇമേജ് ഫോം ചെയ്യുന്നത്? ഇടതുഭാഗത്തായതുകൊണ്ട് അതെന്ത് ഇമേജ് ആയിരിക്കും?
അത് റിയൽ ഇമേജ് ആയിരിക്കും കേട്ടോ. അത് മനസ്സിലാക്കണം. ഇടതുഭാഗത്തായതുകൊണ്ട് അത് റിയൽ ഇമേജ് ആണ്. അത് മനസ്സിലാക്കുക. ഏതിൻ്റെ കേസിലാണ്? മിററിൻ്റെ കേസിൽ ഇടതുഭാഗത്താണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്. അത് പഠിക്കുക. യെസ്, വെരി സ്മോൾ ആണ്, റിയൽ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആണ്. റിയൽ ഇമേജുകളെല്ലാം, യഥാർത്ഥ പ്രതിബിംബങ്ങളെല്ലാം തലകീഴായിട്ടുള്ളവയാണ്, ഇൻവേർട്ടഡ് ആണ്. സോ ഈ ഫീച്ചേഴ്സ് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലടാ? ഇപ്പോൾ തന്നെ പഠിച്ച് മുന്നോട്ട് പോകട്ടെ. അടുത്തത്, ഇവിടെ മുതലാണ് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാര്യം നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കുക. അതിൻ്റെ കാര്യം റഫായിട്ട് ഞാൻ വളരെ സിമ്പിൾ ഒരു ബേസ് കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇനി ആർക്കും തന്നെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇമേജ് ഫോർമേഷൻ ഇനി എൻ്റെ മക്കൾ പലാന്ന് ആൻസർ ചെയ്യണം. പാടാ, ശ്രദ്ധിക്കടാ. ഇതാണ് നമ്മുടെ മിറർ എന്ന് വിചാരിക്കുക. റൈറ്റ്, ഇത് നമ്മുടെ മിററാണ്. മിററിനെ ഞാൻ കുറച്ചുകൂടി ഭംഗിയാക്കേണ്ടതുണ്ട്. ഞാൻ ഭംഗിയാക്കാൻ പോവാണ് ഗൈസ്. യെസ്, ഇത് നമ്മുടെ മിററാണെന്ന് വിചാരിക്കുക. ഇത്രയും ഉഡായ്പ് മിറർ നിങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. എങ്കിൽ പോലും ഇതാണ് നല്ല മിറർ, ഇത് ഉഡായ്പ് മിററാണ്. എന്തായാലും പോട്ടെ, സാരില്ല. റെഡി. ഈ ആക്സിസ് നമുക്ക് ആക്ച്വലി ആവശ്യമില്ല, പോട്ടെ. ഇനി അടുത്ത് ഇവിടെ നമുക്ക് ആക്ച്വലി 2 റേസ് ആണ് നിങ്ങൾ എപ്പോഴും വരയ്ക്കേണ്ടത്. 2 റേസ്, വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഒരെണ്ണം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഫസ്റ്റ് റേട്ടാ. ഒന്നാമത്തെ റേ വരയ്ക്കേണ്ടത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി പോയി തട്ടുന്ന റേ. അവൻ ഏതിലൂടെ ആയിരിക്കും കടന്നു വരിക? ആഫ്റ്റർ റിഫ്ലക്ഷൻ അവൻ കടന്നു വരുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. അത് മനസ്സിലാക്കുക. ഒരു തരി സംശയം വേണ്ട. എവിടെയാണെങ്കിലും ഒബ്ജക്റ്റ് വെച്ചാൽ ഒബ്ജക്റ്റിൽ നിന്ന് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോവുക. പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരം, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ഒരു റേ കടത്തി വിടുക. അത് നേരെ ഫോക്കസിലൂടെ കടന്നു പോട്ടെ. അടുത്തത്, റൈറ്റ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വെച്ചോ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, റൈറ്റ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് എന്ന് വയ്ക്കുക. ഒബ്ജക്റ്റ് ഞാൻ വരച്ചു തരാടാ, ശ്രദ്ധിക്കണം. നമ്മുടെ ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചോ. ദിസ് ഈസ് അവർ ഒബ്ജക്റ്റ്. ഓക്കെ, സോ അവിടെ നിന്ന് ഒരെണ്ണം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോകണം. ഒരു സംശയമില്ല, എവിടെ ഒബ്ജക്റ്റ് ആണെങ്കിലും പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോകണം. അത് നേരെ ഫോക്കസിലൂടെ കടന്നു പോകും. നേരെ ഫോക്കസിലൂടെ കടത്തി വിടുക, വേറെ ഒന്നും നോക്കണ്ട. അടുത്തറേ നേരെ പോളിൽ പോയി ഇടിച്ചു. നേരെ ഒന്നും നോക്കണം മക്കളെ, കണ്ണു അടച്ച്, അടുത്തറ വേറെ കളറിൽ വരയ്ക്കാം. കണ്ണു അടച്ച് നേരെ എവിടെ പോയി ഇടിക്കണം? പോളിൽ പോയി ഇടിക്കണം. പോളിൽ ഞാൻ വേറെ കളറിൽ വരച്ച പ്രശ്നമായി, കറുപ്പന മതിയില്ലേ, രസമില്ല, റോസ് കളറൊക്കെ, അയ്യേ ജിൽ. ഓക്കെ, നേരെ പോയി പോളിൽ പോയി ഇടിച്ചു. നമുക്കറിയാം റിഫ്ലക്ഷൻ്റെ ലോ പ്രകാരം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതേ ആംഗിളിൽ എന്ത് ചെയ്യണം? അതേ ആംഗിളിൽ അവൻ എന്ത് ചെയ്യാം? റിഫ്ലക്റ്റ് ചെയ്യണം. അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അതിലൊരു സംശയമില്ല. ഏത് ആംഗിളിലാണോ പോയി ഇടിക്കുന്നത് അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ സ്കെയിൽ വെച്ച് വരയ്ക്കുക. ഇവ രണ്ടും കൂട്ടിമുട്ടുന്ന അവിടെ നിങ്ങൾ എന്ത് വരച്ചാൽ മതി? ഇമേജ് വരച്ചു. ഇവ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന അവിടെ ഇമേജ് വരച്ചു. അത് റിയൽ ഇമേജ്. ഇടതുഭാഗമാണെങ്കിൽ റിയൽ ഇമേജ്. എല്ലാ പടങ്ങൾ വരയ്ക്കുന്നതും ഇതേ പ്രിൻസിപ്പിളാണ്, ഒരു മാറ്റവുമില്ല. ഏതു പടമാണെങ്കിലും മിററിൽ ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചോ, ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. ആദ്യത്തെ ഒബ്ജക്റ്റിൽ നിന്ന് പാരലലി പ്രിൻസിപ്പൽ ആക്സിസിന് പോവുക. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അടുത്ത നേരെ പോളിൽ പോയി ഇടിക്കുന്നു. അതേ ആംഗിൾ റിഫ്ലക്ട് ചെയ്യുന്നു. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന നമ്മുടെ ഇമേജ് ഫോം ചെയ്യും. അടിപൊളിയായി പഠിച്ചു വെച്ചു. ഇതാണ് പരിപാടി. വാ, അടുത്ത ആദ്യത്തെ ഒബ്ജക്റ്റ് ബിയോണ്ട് സി, സിക്ക് പുറകിൽ, സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ്. ദാ സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിൽ ആദ്യത്തെ ഒരെണ്ണം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോയി ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ ഒരെണ്ണം നേരെ പോയി എവിടെ പോയി ഇടിച്ചു? പോളിൽ പോയി ഇടിച്ചു. അതേ ആംഗിളിൽ ദാ തിരിച്ചു പോയി. സോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന അവിടെ ഇൻവേർട്ടഡ് ആയ റിയൽ ഇമേജ് ഫോം ചെയ്തു. സ്മോളർ ഇൻ സൈസ് ആണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ഇമേജ് ആണ്. അന്തസ്സായി മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായി മനസ്സിലായോ? സാറേ എഫും സിയും മാർക്ക് ചെയ്യാൻ എപ്പോഴും എനിക്ക് തെറ്റിപ്പോകുന്നു. നിസ്സാരമാണ്, പറഞ്ഞുതരാം. ഇപ്പൊ പോളിൽ നിന്ന് നിങ്ങളിപ്പോൾ എഫ് എടുത്തു. ഇത് എത്രയാണ്? 1 സെൻറ്റിമീറ്ററാ? സ്കെയിൽ എൻ്റെ ഇല്ല. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സി ഒന്നും നോക്കണ്ട, ഇതിൻ്റെ ഇരട്ടി എടുത്തിട്ട് സി മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഇരട്ടി. അപ്പോൾ ഇതൊരു 1 സെൻറ്റിമീറ്റർ. സോ സി എന്ന് പറഞ്ഞാൽ ഫോക്കസിൻ്റെ ഇരട്ടിയല്ലേ റേഡിയസ് ഓഫ് കർവേച്ചർ, അത്രയേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് ടോട്ടലി പോൾ നോക്കുവാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ. ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് 4 സെൻറ്റിമീറ്റർ. വൃത്തിയായി മനസ്സിലായില്ല, അന്തസ്സായി മനസ്സിലായില്ലേ? ഈ പരിപാടി നോക്കിയാൽ മതി. അടുത്ത ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം. റിയൽ ആണ്, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്, സ്മോളും ഇൻവേർട്ടഡുമാണ്. അടുത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അടുത്തത് സിയിൽ വെച്ചു, സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പടത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ശ്രദ്ധിക്കുക. സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മൾ ആരെ കൊണ്ട് വെച്ചിരിക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റിനെ, വസ്തുവിനെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോടാ? എല്ലാവർക്കും കാണുന്നുണ്ടല്ലോടാ? സംശയമില്ലാലോ? ഇല്ല. എങ്കിൽ എൻ്റെ മക്കൾ പറയടാ, ഇവിടെയുള്ള ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്? ആദ്യം ഒരെണ്ണം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോയി, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിലൂടെ കടന്നുപോയി. അടുത്തൊരാൾ നേരെ പോയി പോളിൽ പോയി തട്ടി, അതേ ആംഗിളിൽ നോക്കണം, റിഫ്ലക്റ്റ് ചെയ്തു പോയി. സോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? അതേ സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ഈ ഒരു പടം ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ഏത് പൊസിഷനിൽ വെച്ചാലാണ് ഒരേ വലുപ്പത്തിലുള്ള ഒരേ സ്ഥലത്ത് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് ഇമേജ് ഫോം ചെയ്യുക? അത് സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോഴാണ്. സോ അവിടെ ഫോം ചെയ്ത ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, അതുപോലെ തന്നെ സെയിം പൊസിഷൻ അഥവാ സിയിൽ തന്നെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടമാണ് മക്കളെ, ഇത് പഠിക്കേണ്ടതുമാണ്. അടുത്തത് നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയിലാണ് വെക്കുന്നത്. അതേ പരിപാടിയാണ്. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നുപോയി, പോളിൽ പോയി ഇടിച്ചു, അതേ ആംഗിൾ റിഫ്ലക്ട് ചെയ്ത് വന്നു. സോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. അവിടെ ഇമേജ് ഫോം ചെയ്തു. എൻ്റെ മക്കൾ പറ, ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? വലിയ ഇമേജ് ആണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ ഇൻവേർട്ടഡ് ആണ്, സോ അത് റിയൽ ഇമേജ് ആയിരിക്കും. പിന്നെ എവിടെയാ ഫോം? ബിയോണ്ട് സി ആണ് ഫോം ചെയ്തത്. നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ ഇനി ഇതൊന്നും മനപ്പാടം പഠിക്കണം, നിങ്ങൾ വരച്ച് തന്നെ പഠിച്ചാൽ മതി. സിമ്പിൾ ആണ് വരച്ച് പഠിക്കാൻ. ഒരു 5 തവണ നിങ്ങൾ വരയ്ക്കുക, എന്നിട്ട് പിന്നെ ക്രോസ് ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. എല്ലാ പടങ്ങളും അല്ലെങ്കിൽ 3 തവണ എല്ലാ പടങ്ങളും വരയ്ക്കുക, എന്നിട്ട് ശരിയായത് വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. അത് പോരളിയാ, അത് മതി. അടുത്ത ഇവിടെ ചെറിയ പ്രശ്നമൊന്നുമില്ല. വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തന്നെ കിട്ടുള്ളൂ. നോക്കണം മക്കളെ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ പോയി, ഫോക്കസിൽ വെക്കുന്ന സമയത്ത് അടുത്തതാ പോളിൽ പോയി ഇടിച്ചു, അതേ ആംഗിളിൽ പോയി. രണ്ടും എങ്ങനെയാണ്? രണ്ടും പാരലൽ ആയിട്ടാണ് വരുന്നത്. ആക്ച്വലി 2 പാരലൽ ലൈൻ കൂട്ടിമുട്ടില്ല എന്നാണ് മാത്സിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? അങ്ങ് ഇൻഫിനിറ്റിയിൽ രണ്ടും കൂടി കൂട്ടിമുട്ടിയിട്ട് ഇമേജ് എവിടെ ഫോം ചെയ്യും? അങ്ങ് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യുമെന്ന്, അനന്തതയിൽ ഇമേജ് പ്രതിബിംബം ഉണ്ടാവും എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവൻ എന്ന് പറയുന്നത്. നോക്കിക്കേ മക്കളെ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് നേരെ ഇങ്ങനെ ഫോക്കസിലൂടെ കടന്നുപോയി, പോളിൽ പോയി ഇടിച്ചു, അതേ ആംഗിളിൽ പോയി. നമുക്ക് കാണുമ്പോൾ തന്നെ വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ടും കൂടി കൂട്ടിമുട്ടൂല. സോ അത് രണ്ടിനെയും ഡോട്ടർ ലൈൻ വെച്ച് നേരെ പുറകിൽ നോക്കടാ, കൂട്ടിമുട്ടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഇമേജ് ഫോം ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് മിററിൻ്റെ പുറകിലാണ് ഇമേജ് ഫോർമേഷൻ നടന്നതെങ്കിൽ അത് എന്ത് ഇമേജാണ്? അത് വെർച്വൽ ഇമേജാണ്, മിഥ്യാപ്രതിബിംബമാണ്. മിഥ്യാപ്രതിബിംബങ്ങളെല്ലാം നിവർന്നതായിരിക്കും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിവർന്നതാണ്, മാഗ്നിഫൈഡ് ആണ്, വലുതാണ്. ഒബ്ജക്റ്റിനേക്കാളും എത്രയോ മടങ്ങ് വലുതാണ് ഇവിടെയുള്ള ഇമേജ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇത്രയാണ്. സോ ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഇമേജ് ഫോർമേഷൻ. അതിൻ്റെ ഫീച്ചേഴ്സ് വൃത്തിയായി മനസ്സിലായോ? വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ആണ്, ലാർജ് ആണ്. സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? ഒരെണ്ണം കൂടി അറിയേണ്ടതുണ്ട്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ എല്ലാത്തിലും ഇതേ പടം തന്നെയാണ്. കോൺവെക്സ് മിററിൽ ഒരു മാറ്റവുമില്ല. അതേ പരിപാടിയെല്ലാം, വരയ്ക്കുന്ന പരിപാടിയെല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലിൽ പോയി. അതെങ്ങനെയാണ്? ഫോക്കസിലൂടെ വരുവോടാ? ഇല്ല, കോൺവെക്സ് മിററാണ്. സോ അതിനാൽ തന്നെ ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ പോവും. അടുത്തതാ പോളിൽ പോയി ഇടിച്ചു, ഇങ്ങനെ വരും. സോ രണ്ടും കൂടി കൂട്ടിമുട്ടാൻ ഒരു സാധ്യതയില്ല. സോ അങ്ങ് നീട്ടി വരച്ചോ മക്കളെ. നീട്ടി വരയ്ക്കുമ്പോൾ രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? പുറകിലാണ്, മിററിൻ്റെ പുറകിലാണ്. അവിടെ വളരെ കുഞ്ഞൊരു ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് എങ്ങനെയാണ്? വെർച്വൽ ഇമേജ് ആയിരിക്കും, കാരണം പുറകിലുണ്ടാവുന്നതാണ്. സ്മോൾ ഇമേജ് ആണ്. അതുപോലെ തന്നെ എന്താണ്? അത് ഇറക്റ്റായ ഇമേജ് ആണ്, നിവർന്ന് നിൽക്കുന്ന ഇമേജ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഇതാണ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. നിസ്സാരമായി മനസ്സിലാക്കുക, വളരെ വളരെ ലളിതമാണ്. സോ ഇത് ഇവിടെ വെച്ചാൽ ഇവിടെ ഫോം ചെയ്യും, ഇവിടെ വെച്ചാൽ ഇവിടെ ഫോം ചെയ്യും. അങ്ങനെ മനപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഞാൻ വിചാരിക്കുന്ന കാര്യം. കാരണം ഞാൻ ഇതുവരെയായിട്ട് ഈ സാധനം മനപ്പാടം പഠിച്ചിട്ടില്ല. പല ടീച്ചേഴ്സും ഇത് കറക്റ്റായി തന്നെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ തരുവാ? ഞാൻ വരയ്ക്കാം, അത്രേ ഉള്ളൂ. കാരണം മനപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ എത്ര കാലം തലയിൽ നിലനിൽക്കും എന്നതിന് ഒരു ഉറപ്പുമില്ല. എനിക്ക് കോൺഫിഡൻ്റ് ആണ്, ഇനി ഏത് പൊസിഷൻ തന്നാലും എനിക്ക് വരച്ച് തെളിയിക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. സോ വരച്ച് പഠിക്കുക മക്കളെ, വരച്ച് തന്നെ പഠിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് മറന്നു പോകില്ല. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, റൈറ്റ്. പിന്നെ അടുത്തത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജ് ഫോർമേഷൻസ് ഏതാണ്? ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് കേട്ടോ. ഇപ്പം എൻ്റെ മാമനോ അച്ഛനോ അല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. സോ എനിക്കൊരിക്കലും ഇത് തന്നെ വരുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു അസംഷൻ പ്രകാരം, എൻ്റെ ഒരു പ്രിഡിക്ഷൻ പ്രകാരം രണ്ടെണ്ണത്തിന് പ്രാധാന്യമുണ്ട്. അത് ന്യൂമറിക്കൽസിൽ ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഇമേജ് ഫോർമേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോഴും രണ്ടെണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. മെയിൻലി ന്യൂമറിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇമേജിൻ്റെ സവിശേഷതകൾക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഫോക്കസിനും പോളിനും ഇടയിൽ വെക്കുന്ന സമയത്ത്, ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഇമേജിൻ്റെ സവിശേഷതകൾക്ക് പ്രാധാന്യമുണ്ട്. ബാക്കി എല്ലാം പഠിക്കണം, കൂടെ ഇവന്മാരെ ഒന്ന് തറപ്പിച്ച് പഠിച്ചേക്ക്. സെറ്റല്ലേ? റെഡി. അടുത്ത മിറർ ഫോർമുല. 1/f = 1/v + 1/u അല്ലെങ്കിൽ 1/u + 1/v. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ദൂരമാണ്, ഫോക്കൽ ലെങ്ത് ആണ്. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇത് പഠിക്കുക, ഒരു മാറ്റമില്ലല്ലോ. നടുവിൽ പ്ലസ് ആണ്, അത് അങ്ങനെ തന്നെ പഠിക്കാനാടാ, റൈറ്റ്. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്കണം, 1/f = v + u / uv. അങ്ങനെയാണെങ്കിൽ f എന്ത് വരും? uv / u + v. ഇതൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാത്തൊന്നുമല്ല, എന്നാലും അണ്ണൻ ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ അപ്പുറം എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരാ മക്കൾ? എനിക്കറിയൂലേ. അടുത്ത് മാഗ്നിഫിക്കേഷൻ ആവർത്തനം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കളെ. പരീക്ഷകളിൽ ചോദ്യം ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. എന്താ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ? മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിനെയാണ് എന്ത് പറയുക? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിൻ്റെ ഉയരം. ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എന്ന് പറയുക. സോ അതായത് m = എങ്ങനെ എഴുതാം? hi/h0 എന്ന് എഴുതാം. m = എന്ത് എഴുതാം മക്കളെ? hi/h0 എന്ന് എഴുതാം. ഇത് പഠിക്കേണ്ടതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. hi/h0. അടുത്തത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്കറിയണം. മിറർ ആണെങ്കിൽ -v/u ആണ്. ലെൻസിൽ നേരെ മാറ്റമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. മിറർ ആണെങ്കിൽ -v/u ആണ് അതിൻ്റെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് മക്കളെ, m = hi/h0 = -v/u. ഈ മാഗ്നിഫിക്കേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ശ്രദ്ധിക്കുക. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ
വെർച്വൽ ഇമേജ് ആണ്, മിഥ്യാപ്രതിബിംബമാണ്. വെർച്വൽ ഇമേജുകളെല്ലാം നിവർന്നതായിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് എല്ലാം തഴകീഴായിട്ടുള്ള ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അടുത്തത് മോഡുലസ് ഓഫ് എം ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും, ഒബ്ജക്റ്റിന് അതേ വലുപ്പമായിരിക്കും. മോഡുലസ് ഓഫ് എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്തായിരിക്കും? ലാർജ് ഇമേജ് ആയിരിക്കും, വലുപ്പം കൂടിയ ഇമേജ് ആയിരിക്കും. മോഡുലസ് ഓഫ് എം ലെസ് ദാൻ 1 ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്തായിരിക്കും? സ്മോൾ ഇമേജ് ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലടാ? സെറ്റ് അല്ലേ? ഇത് പഠിച്ചു വയ്ക്കുക. ഇത് പഠിക്കുക, ഉറപ്പിച്ച് പഠിച്ചോ, ചോദ്യം വരും കേട്ടോ. അടുത്തത് ലെൻസ്. ഇനി ലെൻസിൻ്റെ കാര്യത്തിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിൻ്റെ പുറമെ ഒരു ഫോമുല കൂടി ഞാൻ പറഞ്ഞു തരാം. എഫ് ഈക്വൽ എന്താണ്? R/2. അതുകൂടി ഇതിൻ്റെ കൂടെ പഠിച്ചു വെച്ചോ. ആ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണ്. കോൺകേവ് മിറർ ആണെങ്കിൽ മൈനസ് ഇട്ടിട്ട് വേണം ഫോക്കൽ ലെങ്ത് എഴുതാൻ, അത് മറക്കരുത്. ഇടതുഭാഗത്തായിരിക്കും. റൈറ്റ്. അടുത്ത ലെൻസ്. 2 ലെൻസുണ്ട്, കോൺവെക്സും കോൺകേവും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അതിലും ഇതുപോലെ ഈ 2 രീതിയിലാണ് അവിടെ ഇമേജ് ഫോർമേഷൻ. അവിടെ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണെങ്കിൽ ഫോക്കസിലൂടെ കടന്നു പോകും, പോളിൽ പോയി ഇടിച്ചാൽ അതേ ആംഗിളിൽ തിരിച്ചു വരും. അതാണ് മിററിൻ്റെ കാര്യത്തിൽ. ലെൻസിൽ ഈ ഒരു മാറ്റം ശ്രദ്ധിക്കുക. അഥവാ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണെങ്കിൽ ഫോക്കസിൽ തന്നെയാണ് പോവുക, പക്ഷേ ഇടതുഭാഗമല്ല, റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷനാണ് സംഭവിക്കുക. സോ വലതുഭാഗത്തുള്ള ഫോക്കസിലൂടെ പോകും. അടുത്ത നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയാലോ? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു തരം ഡീവിയേഷനുമില്ല, അതായത് റിഫ്രാക്ഷൻ സംഭവിക്കില്ല, അതേപോലെ തന്നെ പോകും. നോർമലിലൂടെ കടന്നു പോയാൽ റിഫ്രാക്ട് ചെയ്യോടാ? ഇല്ല, അതേ പരിപാടി തന്നെയാണ്. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയാൽ ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് ആയി തന്നെ പോകും. അന്ന് അങ്ങനെ പോകും. ക്ലിയർ അല്ലേ? കാര്യം വെടുപ്പായി മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ എപ്പോഴാണ് അതിൽ പഠിച്ച പോലെ തന്നെയാണ്. വസ്തു അങ്ങ് അനന്തതയിലാണെങ്കിലോ ആ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി റേസ് വരും, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് റേസ് വരിക. ഇവിടെയും അതുപോലെ തന്നെ റേസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ റിഫ്രാക്ഷൻ എവിടെ പോയിട്ടാണ് കൂട്ടിമുട്ടുക? ഫോക്കസിലാണ്. സോ ഫോക്കസിൽ തന്നെ പോയി കൂട്ടിമുട്ടുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അടുത്തത് ഇമേജ് എന്തായിരിക്കും നമുക്കറിയാം. ഫോക്കസിലാണെങ്കിൽ നോക്കടാ, ഇവിടെ വലതുവശമാണെങ്കിൽ റിയൽ ഇമേജ് ആണ്, ഇടതുവശമാണെങ്കിൽ വെർച്വൽ ഇമേജ് ആണ്. നേരെ തിരിച്ചു വരും. അവിടെ ഇടതുവശമാണെങ്കിൽ റിയൽ ഇമേജ്, വലതുവശമാണെങ്കിൽ വെർച്വൽ ഇമേജ് ആണ്. ഇവിടെ എന്താണ്? വലതുവശമാണെങ്കിൽ റിയൽ ഇമേജ്, ഇടതുവശമാണെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും. ലെൻസിന്റെ കേസിൽ അത് അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. സോ ഇവിടെ എന്താണ് മക്കളെ? വലതുവശമാണ്. സോ അത് റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകൾ എന്താണ്? ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സ്മോൾ ആണ്. എഫിലാണ് ഇമേജ് ഫോം ചെയ്തത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? എല്ലാ കാര്യങ്ങളും വൃത്തിയായി തന്നെ അവിടെയുണ്ട്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അടുത്തത് 2F പുറകിൽ ഇവിടെ സെന്റർ ഓഫ് കർവേച്ചറിനെ തന്നെയാണ് ഇവരെന്തു പറയുന്നത്? 2F എന്ന് പറയുന്നത്. സോ 2F പുറകിലാണ് ആരേ ഉള്ളത്? ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെയാണ്, മാറ്റമില്ല. പാരലലി വന്നു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഒപ്റ്റിക് സെന്ററിലോട്ട് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന അവിടെ ഇമേജ് ഫോം ചെയ്യും. സോ വലതുവശമാണെങ്കിൽ എന്ത് ഇമേജാ മക്കളെ? യെസ്, റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ സ്മോൾ ഇൻ സൈസ് ആണ്. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വലുപ്പമാണ്? ആ വലുപ്പം ചോദിച്ചാൽ മതി, എത്ര ഉള്ളൂ, നിസ്സാരമാണ്. പ്രോപ്പർലി വരച്ചാൽ കൃത്യമായി ഉത്തരം കിട്ടും. അടുത്ത അതെല്ലാം വൃത്തിയായി തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കാം. 2F വെച്ചാൽ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ സീൽ വെക്കുന്ന പോലെയാണ് ഇവിടെ എന്ത്? 2F വെക്കുന്നത്. 2F വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? അവിടത്തെ പോലെ തന്നെയാണ്, അതേ അകലത്തിൽ 2F തന്നെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. അത് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ അതേ വലുപ്പമായിരിക്കും, വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബമാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്കറിയേണ്ടതാണ്. 2F തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ അടിപൊളിയായി എഴുതിയിട്ടുണ്ട്. അടുത്തത് 2F F ഇടയിൽ വെച്ചാലോ മക്കളെ? ശ്രദ്ധിക്കടാ, അടിപൊളിയാണ്. പാരലലി വന്നു, ഫോക്കസിലൂടെ കടന്നുപോയി, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി, രണ്ടും കൂടി കൂട്ടുമ്പോൾ വലിയ ഇമേജ് ആണ് ഫോം ചെയ്തത്. ഇതിനും ഒരു പ്രാധാന്യമുണ്ട്. എവിടെ വെക്കുമ്പോഴാണ് ഒരു കോൺവെക്സ് ലെൻസിൽ ഏറ്റവും എൻലാർജ്ഡായ ഇമേജ് ഫോം ചെയ്യുക? F 2F ഇടയിൽ വെക്കുമ്പോഴാണ് ഏറ്റവും എൻലാർജ്ഡായ പ്രതിബിംബം രൂപപ്പെടുക. ഇതെൻ്റെ മക്കൾക്ക് അറിയണം, ഇതെൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്, എൻ്റെ മക്കൾ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ്. സെറ്റ് ക്ലിഞ്ചർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. തയ്യാറല്ലേ? വാടാ. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? വലുതാണ്, അതുപോലെ തന്നെ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണ്, ബിയോണ്ട് 2F ആണ് ഫോം ചെയ്യുന്നത്. സെറ്റ്. അടുത്തത് ഇതും പ്രധാനപ്പെട്ടതാണ്. F വെച്ച് കഴിഞ്ഞാൽ അവിടെ F വെക്കുമ്പോൾ എങ്ങനെയാണ്? ഇൻഫിനിറ്റിയിലല്ലേ ഉണ്ടാവുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നോക്കടാ, പാരൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കസിലൂടെ കടന്നുപോയി, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. സോ രണ്ടും പാരൽ റേസ് ആണ്. സോ എവിടെ കൂട്ടിമുട്ടും? അങ്ങ് അനന്തതയിൽ കൂട്ടിമുട്ടും, ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യും എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ശ്രദ്ധിക്കുക. അവിടെ വെർച്വൽ ഇമേജ്, അവിടെ മിഥ്യാപ്രതിബിംബം ഉണ്ടായത് ഫോക്കസിനും പോളിനും ഇടയിൽ വെക്കുമ്പോഴാണ്. ഇവിടെയും നോക്കടാ, ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ വെക്കുമ്പോഴാണ് ഇവിടെ മിഥ്യാപ്രതിബിംബം ഉണ്ടാവുന്നത്, വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നത്. പാരലായി പോയി, ഫോക്കസിലൂടെ പോയി, ഒപ്റ്റിക് സെന്ററിലൂടെ പോയി, രണ്ടും ഡൈവേർജിങ് ആണ്. സോ ഡോട്ടർ ലൈൻ വെച്ച് കൂട്ടിമുട്ടുകയാണെങ്കിൽ എവിടെയാണ്?
ഇടതുഭാഗത്താണ് ഇവിടെ എന്തുണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്, പ്രതിബിംബം ഉണ്ടാവുന്നത്. ഇടതുഭാഗത്താണെങ്കിൽ നമുക്കറിയാം അത് വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും. സോ ഇവിടെ മാഗ്നിഫൈഡ് കൂടിയാണ്. സോ ഈ കാര്യങ്ങൾ പഠിക്കുക. ഈ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, വളരെ 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 വിലപ്പെട്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതുമാണ് മക്കളെ. റൈറ്റ്, അടുത്തതിലോട്ട് കിടക്കുവാണ്. എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിക്കുക. ഹിയർ കംസ് യുവർ നെക്സ്റ്റ് വൺ, കോൺകേവ് ലെൻസ്. അടുത്തെന്താണ്? കോൺകേവ് ലെൻസ് ആണ് അടുത്തതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അടുത്ത് കോൺകേവ് ലെൻസ് ആണ്. നോക്കണം, ഇതാണ് കോൺകേവ് ലെൻസ്. അതുപോലെ തന്നെ വരച്ചു, ഒരു മാറ്റവും ഇല്ലടാ. നേരെ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, കോൺകേവ് ആയതുകൊണ്ട് ഡൈവേർജ് ചെയ്ത് പോകും. ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവ രണ്ടും രണ്ട് വഴിക്കാണ്. സോ നേരെ കൂട്ടിമുട്ടിക്കുമ്പോൾ എവിടെ വരും? ഇടതുഭാഗത്ത് തന്നെ വളരെ കുഞ്ഞ് ഇമേജ് ഫോം ചെയ്യും. സോ ഇടതുഭാഗമാണെങ്കിൽ അതെന്താണ്? അത് വെർച്വൽ ഇമേജ് ആണ്. അതുപോലെ തന്നെ സ്മോളർ ഇൻ സൈസ് ആണ്. അതുപോലെ തന്നെ ഇറക്റ്റ് ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ മക്കളെ? ഒരു തരി സംശയമില്ലല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ എല്ലാ പടങ്ങളും കഴിഞ്ഞു. അടുത്ത മാഗ്നിഫിക്കേഷൻ, ഒരു മാറ്റവും ഇല്ല. അതായത് നമ്മുടെ ഏതിൽ പറഞ്ഞ പോലെ തന്നെയാണ്, മിററിൽ പറഞ്ഞ പോലെ തന്നെയാണ്, HI/H0 തന്നെയാണ് എന്ത് പറയുക? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. അഥവാ പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഇവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം, ഇവിടെ മൈനസ് സൈൻ ഇല്ല. ജസ്റ്റ് V/U എന്ന് മാത്രം എഴുതിയാൽ മതി. മൈനസ് സൈൻ്റെ ആവശ്യമില്ല. സിംപ്ലി V/U അത്രയേ ഉള്ളൂ. പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണ്. നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ സ്മോളർ ഇമേജ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലാർജർ ഇമേജ് ആയിരിക്കും. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അതൊക്കെ സെയിം തന്നെയാണ്. ഒരെണ്ണം കൂടി മനസ്സിലാക്കിക്കോ, പവർ ഓഫ് ലെൻസ്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്തിനെയാണെന്ന് പറയുക പവർ എന്ന് പറയുക. ഈ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണ്. ഫോക്കൽ ലെങ്ത് ഏതിൽ വേണം എഴുതാൻ? മീറ്ററിൽ വേണം ഫോക്കൽ ലെങ്ത് എഴുതാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ലെൻസസ് ഫോർമുല. എന്താ ലെൻസസ് ഫോർമുല? മിറർ ഫോർമുലയിൽ അവിടെ ഇടയിൽ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആണ്. 1/v മൈനസ് യു ആണ്. u മൈനസ് v അല്ല, 1/v മൈനസ് u എന്ന രീതിയിൽ തന്നെ എഴുതാം. ക്ലിയർ അല്ലേ? സിംപ്ലിഫിക്കേഷൻ വേണേൽ പറഞ്ഞുതരാം. 1/f ഈക്വൽ ടു u മൈനസ് v ഡിവൈഡഡ് ബൈ uf. സോ അങ്ങനെയാണെങ്കിൽ f ഈക്വൽ എന്ത് വരും? uf ഡിവൈഡഡ് ബൈ u മൈനസ് v. സോറി, ഇവിടെ എങ്ങനെ എഫ് വന്നത്? തോട്ടിക്കൊണ്ട് കളയണം. uv ആണ് കേട്ടോ, uv. ഓക്കെ, സോ uv ഡിവൈഡഡ് ബൈ u മൈനസ് എഫ്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായി? വൃത്തിയായി മനസ്സിലായില്ലടാ? ഈ കാര്യം നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്നുമില്ലടാ, സിമ്പിളാണ് മക്കളെ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ u ഇങ്ങോട്ടും v ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. അപ്പോൾ എന്ത് വരടാ? u മൈനസ് v ഡിവൈഡഡ് ബൈ uv. പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തു. ഇത് 1/f ആണ്. എങ്കിൽ f എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സോ uv ഡിവൈഡഡ് ബൈ എന്ത് വരും? u മൈനസ് v എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങളെ ഇമേജ് ഫോർമേഷൻ ഓറിയൻറ്റഡ് ആയിട്ടും ഫോർമുല ഓറിയൻറ്റഡ് ആയിട്ടും ലെൻസിനും മിററേയും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ആ സൈൻ കൺവെൻഷൻ വൃത്തിയായി തന്നെ മനസ്സിലാക്കുക. ഇടതുഭാഗത്താണെങ്കിൽ നെഗറ്റീവ്, വലതുഭാഗത്താണെങ്കിൽ പോസിറ്റീവ്, മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ്, താഴോട്ടാണെങ്കിൽ നെഗറ്റീവ്. ഇത്രയും കാര്യം അറിഞ്ഞു വെച്ചാൽ മതി. എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ, ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ചെയ്യണം. അടിപൊളിയായി പരീക്ഷ എഴുതുക. പഠിച്ചതിനപ്പുറം ഒന്നും വരില്ല. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. കാണാം.